സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്നാണ് പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. മുഴുവൻ ജില്ലകളും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ മുന്നറിയിപ്പ്. മഴ കനത്തതോടെ ജാഗ്രതയിലാണ് സംസ്ഥാനം. സംസ്ഥാനത്ത് മധ്യവടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്നു. കോഴിക്കോട് 36 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം വിലക്കിയിട്ടുണ്ട്. വയനാട് നൂൽപ്പുഴയിൽ 4 ക്യാമ്പുകളാണ് ആരംഭിച്ചത്. 23 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. മുത്തങ്ങയിൽ ദേശീയപാതയിൽ വെള്ളം കയറി. കൽപ്പറ്റ ബൈപ്പാസിലെ മലമുകളിലെ കുളം തകർന്ന് വെള്ളം ഇരച്ചെത്തിയതുമൂലം ഗതാഗതവും സ്തംഭിച്ചു. റോഡരികിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. കണ്ണൂരും കാസർഗോഡും പാലക്കാടും മഴ പെയ്യുന്നുണ്ടെങ്കിലും ശക്തി കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മര്യനാട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മര്യനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത്. ആലപ്പുഴയിൽ മഴയെ തുടർന്ന് എടത്വ, തലവാടി പഞ്ചായത്തുകളിലെ പമ്പയാറിന്റെ താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട് കാരക്കോണത്തു നിന്നുള്ള NTR സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം ആലപ്പുഴയിൽ മരം വീണു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണപ്പെട്ടു. ഇടുക്കി മാങ്കുളം താളുംകണ്ടത്ത് കനത്ത മഴയ്ക്കിടെ യുവാവ് തോട്ടിൽ വീണ് മരിച്ചു. താളുംകണ്ടം കൂടി സ്വദേശി സനീഷാണ് മരണപ്പെട്ടത്. കാലവർഷം ശക്തിയാർജിച്ചതോടെ മഴക്കെടുതികളും തുടരുകയാണ്. പ്രളയ സാധ്യതയും ഉരുൾപൊട്ടലും മുൻപിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.